എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗസ്റ്റ് ഉണ്ട് വീട്ടില്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അനീത്തിയാണ്, ചിറ്റയുടെ മോളാണ്, അസാധ്യ കുക്ക. അപ്പൊ അവള് വന്നപ്പോ എന്റെ പുത്രി മറ്റേ ചെന്നൈന്ന് വന്നല്ലോ, അപ്പൊ കുമാരിക്ക് തൈര് സാധം കഴിക്കണം പോലും, ചിറ്റ ഉണ്ടാക്കണ പോലെ. ചിറ്റ കുറച്ച് ഫ്രൂട്ട്സും അതും ഒക്കെ ഇട്ടിട്ട് സ്പെഷ്യൽ സാധനങ്ങളാണ്. മറ്റെന്താ കടുവറയൊന്നും ഇല്ലാത്ത സ്പെഷ്യൽ ഈസി തൈര് സാധാണ്. അപ്പൊ അതിന്റെ റെസിപ്പിയിലേക്ക് പോവാം. എന്തൊക്കെ വേണമെന്ന് ആദ്യം നോക്കാം. ഇതാ പൊന്നിയേരിയാണ് കേട്ടോ, അതാണ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം ഇത്തിരി കുഴയ വേവിച്ചിട്ടുണ്ട്. ചൂടുണ്ട്, ചൂടാറാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ പച്ചമുളകുണ്ട്, മുന്തിരിയുണ്ട്, നമ്മുടെ പച്ചമാങ്ങ, പിന്നെ നമ്മുടെ സാലഡ് വെള്ളരി ഉണ്ടല്ലോ, ചെറിയ കുക്കുംബർ, അത്, കറിവേപ്പില, മല്ലിയില, മാതള നാരങ്ങ, തൈര്, പാല്, പിന്നെ നമ്മുടെ സ്വന്തം ഉപ്പ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ചോറൊന്ന് നല്ലപോലെ വേവണം, കുഴഞ്ഞിരിക്കണം, അപ്പോഴാണ്. അപ്പൊ അതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ വേവിക്കുമ്പോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ കുക്കറിലൊക്കെ വേവിക്കാച്ച ഒരു 2-3 വിസിലൊക്കെ കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ചൂടത്ത് കേർഡ് റൈസ് പോലെ അല്ലെങ്കിൽ തൈര് സാദം പോലെ ഏറ്റവും കുളിർമ, ശരീരത്തിനും മനസ്സിനും കുളിർമ തരുന്ന ഒരു സാധനം ഇല്ല. അപ്പൊ നമ്മൾ ഉപ്പ് ചേർത്തു. കുറച്ച് ലൂസായിട്ട് കിട്ടണ്ടേ, ഭയങ്കര കട്ടിയാവരുതല്ലോ. എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ വർത്താനൊന്നും പറയില്ല, ചേച്ചി പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണേ. അത്യാവശ്യം എന്താ പറയാ, കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരാളാണ്, വലിയ പുള്ളിയാ. തൈര് ഒഴിക്കണം, ആവശ്യത്തിന് ഒഴിക്കാം. ആ എടുത്തു വെച്ച തൈര് മുഴുവനും ഒഴിച്ചു കേട്ടോ. ഇപ്പൊ എന്തൊക്കെ ഇടണം? ആദ്യം പച്ചമുളക്, ആദ്യം ഇഞ്ചിയും കൂടെ വേണ്ടേ. ശരിക്കും എന്റെ പുത്രിക്ക് ഇഞ്ചി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇഞ്ചി ഇടാത്തത്. എല്ലാം ഇവരുടെ താളത്തിന് നിൽക്കുള്ളൂ. പിള്ളേർക്ക് ഇഞ്ചി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാരണം ഇഞ്ചി ഇടുന്നില്ല. മാങ്ങ നല്ല മൂവാണ്ട മാങ്ങ കേട്ടോ. അതിങ്ങനെ അരിഞ്ഞു വെച്ചപ്പോ ഇതിലേക്ക് ഇടാനല്ല തോന്നണേ, കഴിക്കാനാ തോന്നണേ. ഇവിടെ 2 പെമ്പിള്ളേരെ അടിച്ചു ഓടിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കണം. മാങ്ങ കൊച്ചികള് ഞാനൊന്നും ചെയ്തില്ല. ഇവളുടെ ചെറിയ മോളും വന്നിട്ടുണ്ട്. നമ്മുടെ പുത്രി ഉണ്ടല്ലോ ഇവിടെ. മല്ലിയില ലാസ്റ്റ്, കറിവേപ്പില 2 വേണോ 1 വേണോ? 1 എടുത്തിട്ട് ഇങ്ങനെ ഒന്ന്. അപ്പൊ വാസന ഇനി ഇതിൽ വേറെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഇടാം? ക്യാരറ്റ് ഇടാം. ഫ്രൂട്ട്സ് ആയിട്ടാ? ഫ്രൂട്ട്സ് ആപ്പിളൊക്കെ ഇടാം. എന്നാൽ അത് പൈനാപ്പിളൊക്കെ ഇട്ടാ പുളിക്കും. പൈനാപ്പിൾ 2 പ്ലേറ്റിന്റെ മുകളിലാവും, ഭംഗിക്ക് വെക്കാം. ഓക്കെ. പാൽ, ഇത് കാച്ചി ആറിയ പാൽ. അതായത് ഇപ്പൊ നമ്മൾ ഈ പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കാനെടുക്കുന്ന ഒരു സമയമുണ്ട്. ഏകദേശം ഇത് ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാനെടുക്കുക. അപ്പൊ ആ സമയം ആകുമ്പോഴത്തേക്കും കറക്റ്റ് പുളിയുടെ അളവില് ലിക്വിഡായിട്ട് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ലൊരു കേർഡ് റൈസ് കിട്ടും. ക്രീമി ആയിട്ട്, കാണാനും നല്ല ഭംഗിയായിരിക്കും. പുളിയൊക്കെ കറക്റ്റായിട്ട് മാച്ചാവും. തൈര് മാത്രം ഒഴിച്ചു വെച്ചാൽ പുളി കയറി വരും കുറച്ച് കഴിയുമ്പോഴേ. ഇനി എല്ലാ സാധനവും ചേർക്കാം. കുക്കുംബർ ഇത് മുഴുവൻ ഇടണ്ട അല്ലേ? കുറച്ച് മതി. വേണ്ട, കുറച്ച് ഇതിടാം. ഇത് മുഴുവനും വേണ്ട, കുറച്ച്. അത് 2 ചേർത്ത് ഞാൻ പിന്നെ ഇളക്കാൻ പാടില്ല. മുന്തിരിങ്ങ മതി, അത്രേ ഉള്ളൂ. ഇനി വേണം, ഇനി കടുവറ ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ കടുവറുത്തിടാം. അതായത് അങ്ങനെയാണെങ്കിൽ കടുവറുക്കുകയാണെങ്കിൽ ഈ ഇങ്ങനത്തെ മിക്സിങ്, പച്ചമുളക് ഇതിൽ ഇടണ്ടാന്ന് മാത്രം. അല്ലെങ്കിൽ പച്ചമുളക് ഇഞ്ചി പച്ചക്ക് തന്നെയാണെങ്കിൽ ഇടാലോ, അങ്ങനെ ഇടാം. പച്ചമുളക് ഇഞ്ചി അരിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം കടുക്, മുളക്, കറിവേപ്പില, കുറച്ചും കൂടെ റിച്ച് ആയിട്ട് വേണമെങ്കിൽ കശുവണ്ടി, മുന്തിരിയൊക്കെ വറുത്തിടാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും പച്ചമുളക് ഇതിൽ ചേർക്കാതെ ബാക്കിയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം കടുക് വറുത്തിട്ട് അതിലേക്ക് ഈ ഇഞ്ചിയും പച്ചമുളക് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ചേർക്കാം. ഇതിപ്പോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഫ്രൂട്ട്സ് പോയി അത്യാവശ്യം വെജിറ്റബിൾസ് കയറിയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ചീവിടാട്ടോ, ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെന്താ, നല്ല തൈരും പാലും ഒക്കെ ആയിട്ട് നല്ല കൂളായിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ഫുഡ് നമുക്ക് കിട്ടും. ഇതൊരു ചൂടാ പുകയാണ് മനുഷ്യൻ.
അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. കടുക് വറക്കുമ്പോ കുറച്ചുകൂടെ എണ്ണയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ എണ്ണയുടെ ആവശ്യമില്ലല്ലോ, ഇത്ര സാധനമല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാവും നന്നാവാ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈസി തൈര് സാദം. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.